ഹലോ ഫ്രണ്ട്സ്, വൈകുന്നേരം ചായൻ്റെ കൂടെയൊക്കെ നല്ല ക്രിസ്പി സ്നാക്സ് ഉണ്ടെങ്കിൽ അടിപൊളിയാവില്ലേ? നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ? അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റിയ ക്യാബേജ് പക്കവടയാണ്. വീട്ടിലെ കുറച്ച് ചേരുവകൾ കൊണ്ട് നമുക്ക് അടിപൊളി ഒരു ക്യാബേജ് പക്കവട ഉണ്ടാക്കിയാലോ? ആദ്യം നമുക്ക് മസാല മിക്സ് ചെയ്യാൻ ഒരു ബൗൾ എടുക്കാം. ഇനി ഈ ബൗളിലേക്ക് 1 കപ്പ് സവാള പൊടിയായി അരിഞ്ഞ് കൊത്തി അരിഞ്ഞ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ അടുത്തതായി മെയിൻ ഐറ്റമായ കേബേജും ചെറുതായി അരിഞ്ഞ് കൊത്തി അരിഞ്ഞതും ഇവിടെ ഇട്ട് കൊടുക്കാം. കേബേജ് എത്രത്തോളം പൊടിയായി കൊത്തി അരിയുന്നു അത്രത്തോളം പക്കവട നല്ല ക്രിസ്പി നമുക്ക് കിട്ടും. ഇനി എരിവിനായി 3 പച്ചമുളകും ചെറുതായി വട്ടത്തിൽ അരിഞ്ഞതും ഇവിടേക്ക് നല്ല രുചിയും മണവും കിട്ടാൻ ആവശ്യത്തിന് കറിവേപ്പിലയും ഇടാം. കൂടത്തിന് ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞതും കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ചേർക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ചേർക്കാം. എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് തോനെ മുളക് പൊടി ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് കടലമാവും കൂടി ചേർത്ത് ഇനിയിപ്പോൾ നമ്മൾ ചെയ്തു വെച്ച എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം വെള്ളമൊന്നും ഒഴിക്കാതെ പച്ചക്കറിയുടെ ഈർപ്പം വെച്ച് തന്നെ നന്നായി മിക്സ് ചെയ്യാം. അതിനുശേഷം കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒരുപാട് കൂടി പോകരുത് കേട്ടോ. മാവ് അയഞ്ഞു പോയാൽ എണ്ണ നന്നായി കുടിക്കും പക്കവട. ഇനി ഒരു പാൻ എടുത്ത് നന്നായി എണ്ണ ചൂടാക്കി വെക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയ മാവിൽ നിന്ന് കുറേശ്ശെ ആയി പരത്തി പക്കവട രീതിയിൽ നമുക്ക് ചുട്ടെടുക്കാം. 2 വശവും നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മൾ അടിപൊളി ടേസ്റ്റി ക്യാബേജ് പക്കവട. നമുക്ക് സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റിയ പക്കവട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പുറം നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റായ പക്കവടയാണ്. നല്ല ചട്നിയുടെ സോസിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു. ബൈ.